എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് മാർച്ച് 9 തിങ്കളാഴ്ച, മാർച്ച് 2 വീക്കിലെ ഫസ്റ്റ് സെഷനായിരുന്നു. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് തന്നെ ഒരു ഗ്യാപ് ഡൗൺ, ഏകദേശം 3% ഇടിവോടുകൂടിയാണ് ഇന്ന് ഓപ്പൺ ചെയ്തത്. ആഗോളതലത്തിൽ നിന്നുള്ള മോശം സൂചനകളും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധസംഘർഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമൊക്കെ ഇൻവെസ്റ്റർമാരുടെ സെന്റിമെന്റ്സിനെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. 3% ഗ്യാപ് ഡൗണിലാണ് തുറന്നതെങ്കിലും കൂടി വീണ്ടും കുത്തനെ താഴത്തേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൂടുന്നതനുസരിച്ച് ക്രൂഡ് ഓയിൽ വില ബാരലിന് $104 എത്തി നിൽക്കുകയാണ്. ഇത് US ഡോളറിനെതിരെ നമ്മുടെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലയിലേക്ക് കൊണ്ടുപോയി. മാത്രമല്ല, ഇത് ഇൻഫ്ലേഷനെയും അതുപോലെ തന്നെ പുറമേയുള്ള സന്തുലിതാവസ്ഥയെയും കുറിച്ചുള്ള ടെൻഷൻ അധികരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും സെഷന്റെ സെക്കൻഡ് ഹാഫിൽ സെല്ലിംഗ് പ്രഷർ ഒരുവിധം കുറഞ്ഞു എന്ന് വേണം കരുതാൻ. നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും സെൻസെക്സിനുമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നഷ്ടം സംഭവിച്ചതിൻ്റെ ഒരു ഭാഗം, അല്ല 1/3 ഭാഗം കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 3% കൂടുതൽ ഇടിഞ്ഞത് പിന്നീട് 1.8% എന്നുള്ള 1.73% എന്നുള്ള ലെവലിലേക്ക് ഉയർന്നു. ഒരു ഭാഗികമായ റിക്കവറി ഉണ്ടായിരുന്നിട്ടും ഇൻവെസ്റ്റർമാർ കൂടുതലും ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അതുപോലെ തന്നെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള എനർജി മാർക്കറ്റുകളിൽ പിടിമുറുക്കുന്നതും കൊണ്ടൊക്കെ മൊത്തത്തിലുള്ള സെൻറ്റിമെൻറ്റ്സ് വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയായ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിലിൻ്റെ വില $100 മുകളിലുള്ള ഈ ഉയർച്ച വർധനവ് ഒരു പുതിയ മാക്രോ ഇക്കണോമിക് പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഇത് നമ്മുടെ മാർക്കറ്റിലുടനീളം തന്നെ അതിൻ്റെ റിഫ്ലക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ മാർക്കറ്റ് ഫാളിനൊപ്പം ഇന്ത്യ വിക്സ് വളരെയധികം ഉയർന്നു പോയിട്ടുണ്ട്. അത് മാർക്കറ്റ് വീണ്ടും ഒരു അനിശ്ചിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചതോട് കൂടിയിട്ട് 23.59 ഇപ്പോൾ ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ 70% ഉയർന്നിരിക്കുന്നത്. ഇതൊരു ഹൈ വോളറ്റിലിറ്റിയാണ് തുടർന്നുള്ള ദിവസങ്ങളിലും മാർക്കറ്റിനെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഓപ്ഷൻ പ്രീമിയം വളരെയധികം ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. ഇനി അതേസമയം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ സമാധാനം വരികയാണെങ്കിൽ പ്രീമിയം പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകാനും സാധ്യത. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബയ്യേഴ്സ്, ഓപ്ഷൻ ട്രേഡർമാർ തൽക്കാലം മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 422 പോയിൻ്റാണ് കുറഞ്ഞിരിക്കുന്നത്. 24,028 നിൽക്കുന്നു. ഒരു സമയത്ത് 23,700 എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. അതേസമയം സെൻസെക്സ് 1352 പോയിൻ്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. 77,566 എത്തി. ഇന്ന് ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്തത് 76,400 അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ഇന്ന് നല്ല ഇടിവാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 1763 പോയിൻ്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 55,275 വരെ എത്തിയിരുന്നു. ഇപ്പോൾ 56,019 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജനുവരി 5 നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത 26,373 എന്നുള്ള ഈ ഒരു ഹൈയിൽ നിന്നും ഇപ്പോൾ ഏകദേശം 10%-ലധികം ഇടിഞ്ഞിരിക്കുകയാണ്. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിലും നല്ല ഫോളാണ് സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.97% ഇടിഞ്ഞിരിക്കുന്നത്. അതേപോലെ സ്മോൾ ക്യാപ്പ് 2.22% ഇടിഞ്ഞിട്ടുണ്ട്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് 3.97%, ഏകദേശം 4% താഴത്തേക്ക് പോയിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി IT ചെറുതായിട്ട് സ്ലൈറ്റ്ലി പോസിറ്റീവിലാണ്, 0.08% പോസിറ്റീവിലാണ്. 30,162 എന്നുള്ള ഒരു ലെവലിലേക്ക് നിഫ്റ്റി IT എത്തിയിരിക്കുന്നു. ഇന്ന് വിപ്രോ, റിലയൻസ് ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ഇൻഫോസിസ് തുടങ്ങി 8ഓളം സ്റ്റോക്കുകൾ മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ടാറ്റ മോട്ടോഴ്സാണ്, 5.29%. പിന്നീട് അൾട്രാടെക് സിമെൻറ്റ്, മാരുതി സുസുക്കി, ഏഷ്യർ മോട്ടോഴ്സ്, ബജാജ് ആട്ടോ തുടങ്ങി 42ഓളം സ്റ്റോക്കുകളിൽ നിന്ന്
റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്നിക്കലി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഹയർ ടൈം ഫ്രെയിമിൽ കണ്ടിന്യൂ ഒരു സെല്ലിംഗ് പ്രഷറിലാണ് ട്രേഡിംഗ് നടത്തിയത്. ഇത് വ്യക്തമായ ഒരു ഷോർട്ട് ടേം മാന്യതയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നോക്കിക്കോളൂ. ഡെയിലി ചാർട്ടിൽ കുത്തനെയുള്ള ഇടിവിന് ശേഷം നിഫ്റ്റി 24,000 മാർക്കിന് സമീപം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനോട് കൂടിയുള്ള ഒരു സ്ഥിരമായ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 23,700 അതുപോലെ 23,600 ഈ ഒരു സോണിലാണ് ഇപ്പോൾ സപ്പോർട്ട് പ്ലേസ് ആയിരിക്കുന്നത്. ഈ ലെവലിന് താഴെ ഒരു ഡിസൈസീവ് മൂവ്മെൻറ്റ് 23,400 അതുപോലെ തന്നെ 23,300 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ നിഫ്റ്റിയെ വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതേസമയം 24,600 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസും ഫോം ആയിട്ടുണ്ട്. അതോടൊപ്പം മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ വീക്കായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. RSI 28.30 എന്ന നിലയിൽ തുടരുന്നുണ്ട്. ഇൻട്രാഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ 23,900 23,800 ഈ സോണുകൾക്കിടയിൽ കൺസോൾട്ടേഷൻ ആയതിനു ശേഷം 24,000 എന്നുള്ള സോണിലേക്ക് ചെറിയ റിക്കവറാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു സ്ട്രോങ് റാലി എന്ന് ഇതിന് പറയാൻ കഴിയില്ല. ഇത് നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. നമുക്ക് നാളെ ഈ ഒരു ലെവലിന് താഴേക്ക് പോവുകയാണെങ്കിൽ 24,700 താഴേക്ക് പോവുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം ഡൗൺ സൈഡിലേക്ക്. അതേസമയം അപ്പ് സൈഡിലേക്ക് 24,100 മുകളിലും എൻട്രി എടുത്ത് പരീക്ഷിക്കാവുന്ന എന്ന് മാത്രം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാണ് സപ്പോർട്ടായിട്ട് 55,230, റെസിസ്റ്റൻസ് ആയിട്ട് 56,300. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈനിന് മുകളിൽ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഈ 2 ഇൻഡെക്സുകൾ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.